ഏകദേശം 90 ദശലക്ഷം ജനസംഖ്യയുള്ള മിഡിൽ ഈസ്റ്റിലെ ഒരു ഭീമനെ നേരിടുന്നത് വെറും 9 ദശലക്ഷം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രം. അതായത് 10 ജനസംഖ്യയുള്ള ഒരു രാജ്യം. ഇനി വലുപ്പത്തിലാണെങ്കിൽ 80 ഇരട്ടിയുടെ വ്യത്യാസം. പറഞ്ഞു വരുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചാണ്. കുഞ്ഞനാണെങ്കിലും ഇസ്രായേലിന്റെ സൈനിക ശേഷി, പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണയോടെയുള്ള ആയുധബലം ഈ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഇതുവരെയുള്ള മുന്നേറ്റത്തെക്കുറിച്ചൊന്ന് നോക്കിയാലോ. ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേൽ ഇതിനോടകം തന്നെ ടെഹ്റാനിലെ വ്യോമാതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായി അവകാശപ്പെടുന്നു. ഇത് ഏതാണ്ട് ശരിവെച്ചുകൊണ്ട് ഇറാന്റെ യുദ്ധവിമാനങ്ങളൊന്നും ആകാശത്ത് കാണുന്നുമില്ല. ഇസ്രായേലിന്റെ ആധുനിക അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾക്ക് യാതൊരു ഭയവുമില്ലാതെ കൃത്യതയോടെയുള്ള ബോംബുകൾ വർഷിക്കാൻ സാധിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ആക്രമണത്തിൽ തന്നെ ഇറാനിലെ പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഇസ്രായേൽ തകർത്തിരുന്നു. ഇറാനിലെ S-300 മിസൈൽ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് ദൂരപരിധിയുള്ള സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രായേൽ വ്യോമസേന ഗ്രൗണ്ടിലുള്ള റഡാറുകളെയും ലോഞ്ചറുകളെയും ലക്ഷ്യമിട്ട് ആക്രമണം തുടർന്നിരുന്നു. ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ പ്രതികരണത്തെ തടസ്സപ്പെടുത്താൻ ഇസ്രായേലിന് സീക്രട്ട് ഏജന്റുമാരുണ്ടായിരുന്നു. മൊസാദ് ഏജന്റുമാർ രാജ്യത്തേക്ക് കടത്തിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാനിലെ ശേഷിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ലക്ഷ്യം വെച്ചു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിലെ ഉന്നതതല സൈനിക കമാൻഡർമാരിൽ പലരും കൊല്ലപ്പെട്ടതും ഇറാന്റെ തിരിച്ചടിയെ കാര്യമായി ബാധിച്ചു. ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇറാനുണ്ടെന്ന് US പറഞ്ഞിരുന്നു. 2000 മുതൽ 3000 വരെ മിസൈലുകൾ അവർക്കുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. എന്നാൽ അവയിൽ പലതും അവ നിർമ്മിച്ചിരുന്ന ഫാക്ടറികളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തു. ഇറാന്റെ 1/3 സർഫസ് ടു സർഫസ് ലോഞ്ചറുകൾ നശിപ്പിച്ചതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു. എന്നിരുന്നാലും ഇറാൻ ഇപ്പോഴും ഇസ്രായേലിലേക്ക് തുടർച്ചയായി മിസൈലുകൾ അയക്കാൻ സാധിക്കുന്നുണ്ട്. അവയിൽ ചിലത് ഇസ്രായേലിന്റെ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു. ഇസ്രായേലി സൈന്യം ഇറാന്റെ സർഫസ് ടു സർഫസ് ലോഞ്ചറുകളുടെ 1/3 നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഇറാന്റെ മിസൈൽ പദ്ധതി പൂർണ്ണമായി നശിച്ചിട്ടില്ല. അത് ഇസ്രായേലിന് ഏറ്റവും വലിയ നേരിട്ടുള്ള ഭീഷണിയായി തുടരുകയും ചെയ്യുന്നു. അതിലെ ഏറ്റവും ഭീഷണി ഉയർത്തുന്നത് ഇറാന്റെ ഹ്രസ്വദൂര മിസൈലുകളാണ്. വർഷങ്ങളായി ഇറാൻ ഗാസയിലെ ഹമാസിനും ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും സൈനിക ഉപദേശങ്ങളും ആയുധങ്ങളും സാങ്കേതികവിദ്യയും നൽകി സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ കഴിഞ്ഞ 2 വർഷത്തെ സൈനിക നടപടികൾ കാരണം ഇസ്രായേലിന്റെ അതിർത്തികളിൽ ഭീഷണി ഉയർത്താനുള്ള അവരുടെ ശേഷി കാര്യമായി കുറഞ്ഞു. യമനിലെ ഹൂതികൾ ദൂരെയാണെങ്കിലും ഇസ്രായേലിലേക്ക് ഇടയ്ക്കിടെ മിസൈലുകൾ തൊടുക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം നടന്ന അമേരിക്കയുടെ ശക്തമായ ബോംബിംഗ് ആക്രമണത്തെ അവർ അതിജീവിച്ചു. കൂടാതെ നിരവധി US റീപ്പർ ഡ്രോണുകളെ ഹ്രസ്വദൂര ഗ്രൗണ്ട് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇറാന് ഇപ്പോഴും ഈ മേഖലയിലെ പാശ്ചാത്യ താൽപ്പര്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവുണ്ട്. ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഈ മേഖലയിലെ പാശ്ചാത്യ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ബാഗ്ദാദിൽ ഇപ്പോഴും ഏകദേശം 100 ബ്രിട്ടീഷ് സൈനികരും US സൈന്യത്തോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായാണ് അടുത്തിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സൈപ്രസിലേക്ക് അധിക ടൈഫോൺ ജെറ്റുകൾ അയക്കാൻ കാരണം. ബഹ്റൈനിൽ US UK നാവിക ഉദ്യോഗസ്ഥരും കപ്പലുകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ യുദ്ധം എത്രത്തോളം നീങ്ങുന്നുവോ അത്രത്തോളം ഈ മേഖലയിലെ പാശ്ചാത്യ സൈനികർക്ക് അപകട സാധ്യതയും വർദ്ധിക്കും. ലോകത്തിലെ പ്രധാന കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുത്താനോ അടച്ചുപൂട്ടാനോ ഇറാന് സാധിക്കും. ഇത് കപ്പൽ നീക്കത്തെ കാര്യമായി തടസ്സപ്പെടുത്തും. ഇതുവരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് മുൻതൂക്കം ഉണ്ടെങ്കിലും അവരുടെ സൈനിക നീക്കങ്ങളുടെ തുടർച്ച പ്രധാനമായും US പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോ വർഷവും അവർക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ US ധനസഹായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആയുധങ്ങളും. അവരുടെ അമേരിക്കൻ നിർമ്മിത ജെറ്റുകളിൽ നിന്ന് തുടക്കുന്ന മിക്ക ആയുധങ്ങളും US നിന്ന് കൊണ്ടുവന്നവയാണ്. ഇസ്രായേലിന്റെ സ്വന്തം അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ ചിലത് US നിർമ്മിച്ചവയാണ്. ഇറാന്റെ ഭൂഗർഭ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ മിക്കതും USന്റെയാണ്. ഇസ്രായേലിന് ട്രംപിന്റെ പിന്തുണയുണ്ടെങ്കിലും ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലി പദ്ധതികൾ അദ്ദേഹം വീറ്റോ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ഫോർഡോയിലെ ഭൂഗർഭ ആണവ സമുച്ചയം തകർക്കാൻ കഴിയുന്ന ഒരേയൊരു ആയുധമായ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ ഇസ്രായേലിന് US ഇതുവരെ നൽകിയിട്ടില്ല. ഈ ബോംബ് US B-2 സ്ട്രാറ്റജിക് ബോംബറുകൾക്ക് മാത്രമേ എത്തിക്കാൻ സാധിക്കൂ. തുടർച്ചയായ US സൈനിക പിന്തുണയുണ്ടെങ്കിൽ പോലും ഇസ്രായേലിന് നേടാൻ കഴിയുന്നതിന് ഒരു പരിമിതികളുണ്ട്. വ്യോമശക്തിക്ക് ഇറാന്റെ ആണവ പദ്ധതിയെ പിന്നോട്ട് നയിക്കാൻ സാധിക്കുമെങ്കിലും അതിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളും വിജയിക്കാൻ സാധ്യതയില്ല. ചുരുക്കത്തിൽ ഈ മേഖലയിലെ സംഘർഷം അതീവ ഗുരുതരമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്.
ലോകശക്തികളുടെ ഇടപെടലും ഭാവിയിലെ നീക്കങ്ങളും ഈ യുദ്ധത്തിൻ്റെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം.